കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അനേകം യഹൂദർ മർത്തായെയും മറിയയും അവരുടെ സഹോദരന്റെ പ്രതി ആശ്വസിപ്പിക്കാനും വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്ന എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് ഉത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഓ കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോത്തിന് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരു പക്ഷേ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ഇഹലോകവാസം വെടിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ ബൈബിൾ കേന്ദ്രീകൃതമായ കുറേ തിരുനാളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരികയുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിച്ചത് ഗ്രാൻഡ് പാരൻസ് ഡേ നമ്മൾ ആഘോഷിച്ചു. പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ യോവാക്യമിൻ്റെയും അന്നയുടെയും തിരുനാൾ നമ്മുടെ ഇടയിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഡേ ആയിട്ടാണ് നമ്മൾ ആഘോഷിച്ചത്. അതുപോലെ ഒത്തിരി തിരുനാളുകൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും തരികയുണ്ടായിരുന്നു. ഇപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നൊരു കാര്യം, നമ്മുടെ ജീവിതങ്ങളും പലപ്പോഴും ബൈബിൾ കേന്ദ്രീകൃതമായിട്ട് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ കേന്ദ്രീകൃതമായിട്ട് നമ്മുടെ ജീവിതവും മുന്നോട്ട് പോകണം. അവിടെ ഓരോ മാതൃത്വങ്ങളും ഓരോ ജീവിതാനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിനെയും അനുഭവങ്ങളായിട്ട് മാറണം. അതുപോലെ തന്നെ ഇന്ന് ഒരു തിരുനാളിന് പരിശുദ്ധ മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത് സഹോദരങ്ങളുടെ തിരുനാളാണ്. മർത്തായുടെ മാത്രം ഓർമ്മ ആഘോഷിക്കുന്ന ഒരു ദിവസം മർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും തിരുനാൾ കൂടി ആഘോഷിക്കാനാണ് പരിശുദ്ധ കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്യുക. ഓർക്കുക, ഇത് ഒരു തിരുനാളിനപ്പുറം നമ്മുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ ഓരോ കുടുംബങ്ങളിലും പലപ്പോഴും ഈ പറയുന്നതുപോലെ നമ്മൾ ഓരോരുത്തരെയും ഒന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം സ്നേഹമാണ്. പലപ്പോഴും നമുക്കറിയാം, ആ ഒരു സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടും കൂടുതൽ കൊണ്ടും പലപ്പോഴും പരാതികളും പരിഭവങ്ങളും ഉയരുമെങ്കിലും പലപ്പോഴും നമ്മളെ ഒന്നായിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്, ദൈവം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും ഒരു തിരുനാളിനപ്പുറത്തോട്ട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് പിടിക്കേണ്ടത്, നമ്മളെവിടെ സ്നേഹത്താൽ ഒന്നിക്കുന്നോ അവിടെയെല്ലാം ഒരു സഹോദര ബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുള്ളൊരു കാര്യം എപ്പോഴും ഓർക്കാം. തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന് തൊട്ട് മുമ്പ് പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട്, ഈശോ അവർ 3 പേരെയും ഒരുപോലെ സ്നേഹിച്ചു. ഒരു പക്ഷേ നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോഴും നമ്മളെപ്പോഴും ഏറ്റുപറയുന്ന ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈശോ അത്രത്തോളം സ്നേഹത്തോടെ ഞങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ ആഹ്വാനം നമ്മൾ പറയുമ്പോൾ അതിനൊരു മറുപടിയായിട്ട്, അതിനൊരു പ്രതിധ്വനിയായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. കാരണം അവ നമ്മളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അനന്തമാണെന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ഒരു സ്നേഹത്തിന് എന്താണ് മറുപടി എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. കാരണം എന്നെ അത്രത്തോളം സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഏറ്റുപറയുമ്പോഴും പലപ്പോഴും നമുക്ക് പറ്റുന്നത് ആ ഒരു സ്നേഹത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദാരമായിട്ട് പ്രതിഫലം നൽകാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മളെ തമ്പുരാൻ സ്നേഹിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു അളവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒരു നിയന്ത്രിതമായ നിമിഷങ്ങളിൽ മാത്രമാണ് നമ്മൾ ഏറ്റുപറയുക. ഒരു സഹനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദനയിൽ വെല്ലുവിളിക്കൂടിയോ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ഈ ദൈവസ്നേഹത്തിൻ്റെ അസാന്നിധ്യമാണെന്ന് പലപ്പോഴും നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. സുവിശേഷത്തിൽ കടന്നു വരുമ്പോഴും നമ്മൾ കാണുന്നത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു അനിയൻ അല്ലെങ്കിൽ സഹോദരൻ മരിച്ചിട്ട് പോലും അവരേറ്റു പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സഹോദരങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഒന്നിക്കപ്പെട്ട പല സ്നേഹബന്ധങ്ങൾക്കിടയിലും പലപ്പോഴും ഇതുപോലെയുള്ള സഹനങ്ങളും വെല്ലുവിളികളും ചായ്വുകളും താഴ്ചകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നമ്മളെപ്പോഴും ഓർക്കേണ്ടതൊരു കാര്യം, ആ ഒരു ഘട്ടത്തിലും തമ്പുരാൻ്റെ സ്നേഹം നമ്മൾ ഓരോരുത്തരും ഏറ്റുപറയുക എന്നുള്ളതാണ്. ഓരോ നിമിഷവും ഓർക്കുക, എത്രത്തോളം വേദനകളും സഹനങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ആ ഒരു നിമിഷത്തിലും
ദൈവസ്നേഹം ഏറ്റുപറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഉരകല്ലായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിച്ചപ്പോൾ പല എഴുത്തും വായിച്ചു കേൾക്കുന്നൊരു കാര്യമായിരുന്നു. വിശുദ്ധ അൽഫോൻസാമ മരണത്തോളം സഹിച്ച, അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിൻ്റെ പല വിധത്തിലുള്ള രോഗാവസ്ഥകളും സഹനങ്ങളും ഏറ്റുവാങ്ങി ആ മരണത്തോളം ക്രിസ്തുവിനെ സ്നേഹിച്ചു. പലപ്പോഴും അവർ സ്നേഹിച്ചു എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ സഹിച്ചു എന്നതിൻ്റെ ഒരു മാറ്റൊലിയായിട്ട് പലപ്പോഴും പറഞ്ഞത് അവൾ മരണത്തോളം ക്രിസ്തുവിനെ സ്നേഹിച്ചു എന്നാണ്. നമ്മൾ ജീവിതത്തിലും ഓർക്കേണ്ട ഒരു കാര്യം, പല ഘട്ടത്തിലും അല്ലെങ്കിൽ പല സാഹചര്യത്തിലും പല നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിലേക്കും സഹനങ്ങളും പ്രദാനം ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും അതിനൊരു പ്രതിധ്വനിയായിട്ട് അല്ലെങ്കിൽ ഒരു ആവർത്തനമായിട്ട് പറയേണ്ടത് എന്നെ തമ്പുരാൻ ഇന്നും സ്നേഹിക്കുന്നതാണ്. അല്ലാതെ പലപ്പോഴും സഹനങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്നത്, എൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രത്തോളം സഹനങ്ങൾ പ്രദാനം ചെയ്യുന്നൊരു പരാതി പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉയരുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലായിക്കോട്ടെ, നമ്മുടെ അർത്ഥനകളിലായിക്കോട്ടെ, ദൈവസാന്നിധ്യത്തിലായിരിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ വേദനകൾക്കും സഹനങ്ങൾക്കും ഒരു പ്രത്യുത്തരമായിട്ട് നമ്മൾ പറയുന്ന കാര്യവും ഇതാണ്: എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഓരോ സാഹചര്യങ്ങളിലും തമ്പുരാൻ ഇടപെടുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഓരോ വിശുദ്ധരുടെയും മാതൃകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ അവരും ജീവിച്ച ഒരു ജീവിതം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരുന്നു. അവിടെയെല്ലാം അവർ പറഞ്ഞു വെച്ചത് തമ്പുരാൻ ഞങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുകയായിരുന്നു. എത്രത്തോളം വേദനകളും സഹനങ്ങളും ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുമ്പോഴും ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവിടുന്ന് എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. ഓർക്കുക, എൻ്റെ സ്നേഹത്തിൻ്റെ മാറ്റൊലി എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയാണ് അവസാനിപ്പിക്കുന്നത്? ഇതുപോലെ വേദനകളും സഹനങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ ഒരു ദൈവാസ്നേഹ അനുഭവത്തിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ആ ഒരു നിന്ന് പുറകോട്ട് പോകുന്നുണ്ടോ? ഈ ഒരു വിശുദ്ധയുടെ ജീവിതം പരിശോധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതവും നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അങ്ങേയറ്റം സഹനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ എന്താണ് ഏറ്റുപറയുന്നത്? നമ്മുടെ സഹോദരങ്ങൾ തിരുനാളിൻ്റെ ആഘോഷത്തിനപ്പുറം ഓർക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹം ആരെയൊക്കെ ഐക്യപ്പെടുത്തുന്നോ, ഒരുമിച്ച് കൂട്ടുന്നോ, അവിടെയെല്ലാം സഹോദര ബന്ധമുണ്ട്. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.